കറുകമണ്ണം മലവാരത്തിലെ ക്വാറികളിൽ നിന്ന് മലിനജലം ഒഴുകുന്നതോടെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുന്നതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഈ ക്വാറികൾ മഴക്കാലത്തും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടം വില്ലേജിലെ കറുകമണ്ണ മലവാരം പരിസ്ഥിതി ദുർബല മേഖലയായ ഇവിടെ പ്രവർത്തിക്കുന്ന ക്വാറികളിൽ നിന്നാണ് മലിനജലം ഒഴുകുന്നതായി പരാതിയുള്ളത്. കാരച്ചാൽ, പുലിക്കുന്ന്, ചെറുനെല്ല്, മങ്ങാട്, വാഴക്കുന്ന്, തണ്ണിക്കുഴി തുടങ്ങിയ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ഇതോടെ ആശങ്കയിലാണ്. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ പതിവായ പ്രദേശമാണിത്. 2018 ഉരുൾപൊട്ടലിലും വലിയ നാശനഷ്ടമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാരച്ചാലിലെ 20 കുടുംബങ്ങളോട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. ഞങ്ങളുടെ കാലാകാലം കുടിക്കണ കുടിവെള്ളം അത് ആ കോറിയിലെ വെള്ളം വന്നുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഗതിയിരുന്നത് കട്ടം കണ്ട്. ആ വെള്ളം കുട്ടിയുടെ മേത്തുകൂടെ ഒക്കെ ചൊറിച്ചിലോ എന്തൊക്കെയോ സൂക്കടൊക്കെ ഉണ്ട് കുട്ടികൾക്കും മക്കൾക്കൊക്കെ. ഒരു 1.5 കിലോമീറ്റർ അകലെ പോയിട്ട് വെള്ളമായിട്ടുണ്ട്. അതിൻ്റെ ദുരിതം ഏറ്റവും ദുരിതം അവിടെ വന്നാൽ കാണാം, ആർക്കും കാണാം കഷ്ടപ്പാട്, വെള്ളത്തിൻ്റെ കഷ്ടപ്പാട്. പിന്നെ ഞങ്ങൾ എത്രയോ പേര് കുടിക്കുന്ന വെള്ളമാണിത്. ഞങ്ങൾക്ക് വേറെ ഒരു കിണറും ഇല്ല, വേറൊരു ആശ്രയവും ഇല്ല. എല്ലാവർക്കും ചൊറിയലും പിന്നെ വെള്ളം ചുമന്നുകൊണ്ട് വരാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. പിന്നെ ഇപ്പോഴും കോറിയത്തെ വെള്ളം അടിച്ചുകൊണ്ടേ നിൽക്കുകയാണ് ഇതിക്ക്. അപ്പൊ ഈ വെള്ളം മുഴുവൻ അതിക്കാണ്ട് ഇറങ്ങണം. ഞങ്ങൾക്ക് ചൊറിച്ചില് സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ട്. വെള്ളം കുടിക്കാൻ കഴിയണില്ല. കോറി ഓണേഴ്സിന് കൃത്യമായിട്ട് ഒരു നോട്ടീസ് കൈമാറുകയുണ്ടായി. 15 ദിവസം കൊണ്ട് ഇതിന് കൃത്യമായിട്ട് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ആ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് മമ്പാട് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് 15 ദിവസം കഴിഞ്ഞ ശേഷം 10 മാസമാവുന്നു. സ്വാഭാവിക നീർച്ചാൽ കോൺക്രീറ്റ് തടയുകയും അവിടെ ഇന്ന് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കോറിയിൽ അടിഞ്ഞു കൂടിയിട്ടില്ല മലിനജലം മുഴുവൻ സ്വാഭാവിക നീർച്ചാലിലേക്ക് തള്ളിവിടുകയാണ്. ഇതിനിടെയാണ് ക്വാറി പ്രവർത്തനം തുടരുന്നതായുള്ള നാട്ടുകാരുടെ ആരോപണം. ക്വാറിയിൽ നിന്നുള്ള മലിനജലം കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തുന്നത് തടയണമെന്നും അടിയന്തര പരിശോധന നടത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ ചാനൽ നിലമ്പൂർ.